ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2413. ഇന്ന് ഓഗസ്റ്റ് മാസം 9-ാം തീയതി, 221-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അമ്മയോർമ്മകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് നിശ്ചലനായി നിന്നുകൊണ്ട് ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്, അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒപ്പം ക്രിസ്തുയേശു ഉണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ആ ക്രിസ്തുയേശുവിൻ്റെ ഒപ്പം തന്നെയാണോ ഞാനെന്ന് ഓരോരുത്തരും ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. കൂടെ വലിയൊരു ആൾക്കൂട്ടമുണ്ട്, അതിങ്ങനെ മുമ്പിലും പിമ്പിലുമായിട്ട്, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നീങ്ങുന്നുമുണ്ട്. ആ ബഹളത്തിനും തിരക്കുകൾക്കും ഇടയിൽ സാധാരണ നമ്മൾ മറന്നുപോകുന്ന ആളാണ് ക്രിസ്തുയേശു. ഓർക്കാൻ പോലും മറന്നുപോകുന്നു, പിന്നെയല്ലേ ഒപ്പം കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത്. മറിയമെന്ന അമ്മയുടെ ഏറ്റവും വലിയ സവിശേഷത അതായിരുന്നു. മറന്നു എന്നുള്ളതല്ല, മറന്നു എന്നത് ഓർത്തെടുത്തു എന്നുള്ളതാണ്. ക്രിസ്തുയേശു ഒപ്പമില്ല എന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് പോലും നമ്മളിലേക്ക് ഇതുവരെയും എത്തുന്നില്ല. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അങ്ങനെ പറയുന്നുണ്ട്. ഒരു യാത്രയിൽ ഒരു ദിവസം ദൂരം, അത് കുറച്ചും കൂടി കൃത്യമായിട്ട് ഒന്ന് അളന്നാൽ പകൽ ദൂരമാണ്. ഒരു പകൽ ദൂരം ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യം ഒപ്പമില്ലായിരുന്നു. ഇതിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് പോലും എത്രയോ വലിയൊരു കാര്യമാണ്. ഇതല്ല ശരിക്കും ധ്യാനമെന്ന് പറയുന്നത്. ഒപ്പം ആരൊക്കെ ഉണ്ടെന്നും ഒപ്പം ആരൊക്കെ ഇല്ല എന്നും ഓരോരുത്തരും ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഒപ്പം ഉള്ളവരൊക്കെയാണോ കൂടെ കൂടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടെ കൂട്ടിയിരിക്കുന്നത്? ശരിക്കും ഒപ്പം ആകേണ്ടവരൊക്കെ എവിടെയാണ് നഷ്ടപ്പെട്ടത്? അവരെ എങ്ങനെ എവിടെയാണ് ഉപേക്ഷിച്ചത്? കൃത്യമായൊരു ധാരണ ഉണ്ടാവണ്ടേ. മറിയമെന്ന അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടി നടന്നു നീങ്ങുകയാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതിയിലേക്ക് അമ്മയുടെ ഈ വലിയൊരു തിരിച്ചറിവ് നമ്മൾ കുറെ കൂടി ഗൗരവത്തിൽ ഒന്ന് ഉൾക്കൊള്ളണ്ടേ. എന്നിട്ട് അവനവന്റെ സ്വകാര്യ ജീവിതത്തെ കാര്യമായി ഒന്ന് പരിഗണിക്കണ്ടേ, പരിശോധിക്കണ്ടേ. ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യം ഒപ്പം ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ നല്ല പുലരി, ഈ നല്ല ഞായർ നമുക്കതിനുവേണ്ടി പ്രാർത്ഥനയോടെ പരിശ്രമിക്കാം. ആമേൻ.